ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിനകത്ത് ചില പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ നമ്പർ ഓഫ് പ്ലാന്റ്സിൻ്റെ എണ്ണം കൂടുതലുണ്ട്, ചില പ്ലാന്റ്സ് ഒരെണ്ണമായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ പീച്ചാണ് കേട്ടോ. പീച്ച് കടൽ അഗ്ലോണിമയാണ്, കൊച്ചിൻ പീച്ചാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്ലാന്റ് നേരത്തെ വാങ്ങിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞാണ് വാങ്ങിച്ചത്. പക്ഷെ അന്ന് അവർ പീച്ച് എന്നാണ് പറഞ്ഞത്, പിന്നെയാണ് കൊച്ചിൻ പീച്ചാണെന്ന്. അന്ന് അതിനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ. അപ്പോൾ ഏകദേശം ഇതാണ് ഇതിൻ്റെ കളറൊക്കെ വരുന്നത്. അപ്പോൾ ഈ സൈസ് പ്ലാന്റും ആയിരിക്കും കേട്ടോ. അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയാണ്. ഈ ഡിഫൻ ബാച്ചിയുടെ ഏകദേശം ഈ സൈസ് പ്ലാന്റ്സൊക്കെയാണ് വരുന്നത്. കറക്റ്റായിട്ട് സൈസ് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. റെഫറൻസിന് വേണ്ടി ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസും കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം ഈ സൈസ്, അതുപോലെ ഇതൊക്കെയാണ് സൈസ് വരുന്നത്. ആ കളർ കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്ക പ്ലാന്റ്സിനും. നല്ലൊരു ഡിഫൻ ബാച്ചിയ വെറൈറ്റിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള ഡിഫൻ ബാച്ചിയാണ്. നമ്മൾ നേരത്തെ മദർ പ്ലാന്റ്സൊക്കെ വാങ്ങിച്ച സമയത്ത് നല്ല റേറ്റ് ആയിരുന്നു ഇതിനൊക്കെ. അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിനു മുമ്പ് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് മിക്കപ്പോഴും സെയിലിന് ഇടാറുള്ളതാണ്. ഇതിൻ്റെ 2 പ്ലാന്റ് അവൈലബിൾ ആണ്, പക്ഷെ അത് രണ്ടും 2 സൈസാണ്. ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ സൈസാണ്, അത് ഒരു രണ്ടാമത്തെ ലീഫ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റ്, കുഴപ്പമില്ലാത്ത ഹൈറ്റുള്ളൊരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് പോലെ ഇരിക്കുന്ന പ്ലാന്റ് തന്നെയാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഫറൻസിന് വേണ്ടി. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. സെയിം പ്ലാന്റ് തന്നെയാണ്, പക്ഷേ അതെൻ്റെ അടുത്തുള്ളത് ഈ ഒരു സൈസാണ് കേട്ടോ. അതും ഏകദേശം ഒരേ സെയിം സൈസുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ നാളായി ഈ പ്ലാന്റ് ഉണ്ടായിട്ട്. പക്ഷേ കുഞ്ഞു ലീവ്സായിട്ട് 1 2 3 4 5ാമത്തെ ലീഫ് വന്നപ്പോഴാണ് ആ കളർ പയ്യൊന്ന് കയറി വന്നത്. അപ്പോഴാണ് ഞാനിത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതിൻ്റെയും പൊടി പ്ലാന്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്, പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്ത ഇത്രയും ചെറിയ പ്ലാന്റ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്ലാന്റ്സ് ഇപ്പം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടിൻ്റെയും മദർ പ്ലാന്റ്സ് സെയിം പ്ലാന്റാണ്. ഇതിനകത്ത് ആ പിങ്ക് കളർ കയറി വരുന്നുണ്ട്. ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കളറും കൂടി വന്നിട്ട് ഇടാമെന്ന് ഓർത്തത്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ഡിഫൻ ബാച്ചിയ വെറൈറ്റി തന്നെയാണ്. നമ്മൾ മിക്ക തവണ ഡിഫൻ ബാച്ചിയ ഇതിൻ്റെ സെയിൽ വീഡിയോയിൽ ഇപ്പോൾ ഇടാറുണ്ട്. കാരണം പ്രൊപ്പഗേഷനൊക്കെ ചെയ്തിട്ട് ഏകദേശം ഇതിൻ്റെ പ്ലാന്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ളത് 3 പ്ലാന്റ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റിൻ്റെ ലീഫ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് അതും ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിഫൻ ബാച്ചിയ വെറൈറ്റിയാണ് കേട്ടോ. ഈ ചെറിയ പ്ലാന്റ്സിന് ഏകദേശം കളറൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ഗ്രീൻ കളറിലെ ഡിഫൻ ബാച്ച് അഗ്ലോണിമയാണ് കേട്ടോ. ഇത് ഏകദേശം ഈ സൈസൊക്കെ ഉള്ളൊരു പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ. ഈ സൈസുള്ള പ്ലാന്റ്സാണ് നമ്മളുടെ കയ്യിലുള്ളത്. ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല രസമായിട്ട് പെട്ടെന്ന് തൈകൾ വരും കേട്ടോ. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ ഈ ഒരു നാരോ ലീഫായിട്ടുള്ള അഗ്ലോണിമയാണ് കേട്ടോ. ഇതിൻ്റെ കഴിഞ്ഞ തവണയൊക്കെ ഇട്ടപ്പോഴും മുകളിൽ നിന്ന് പെട്ടെന്ന് സെയിലായി പോയിരുന്നൊരു അഗ്ലോണിമയാണ് കേട്ടോ. 50 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. കാണാനും നല്ല ഭംഗിയായിട്ടുള്ള അഗ്ലോണിമയാണ്. അങ്ങനെ എൻ്റെ ഈ അഗ്ലോണിമയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. നമുക്ക് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ അഗ്ലോണിമയാണ് കേട്ടോ ഇത്. അടുത്തത് നമ്മുടെ ഈ ഒരു സ്നോ വൈറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. സ്നോ വൈറ്റിൻ്റെ മദർ പ്ലാന്റ് സൈസുള്ള പ്ലാന്റ്സ് 2 പ്ലാന്റ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഏകദേശം ഇതാണ് സൈസൊക്കെ വരുന്നത്. കണ്ടോ, കുറേ ലീവ്സ് ഉണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. ഒരു പോട്ട് നിറച്ച് വയ്ക്കാൻ പറ്റിയ പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഈ ഒരു ബോക്സറിൻ്റെ അഗ്ലോണിമയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് സൈസ് വരുന്നത്. ഒരു പ്ലാന്റാണ് കേട്ടോ ഇപ്പോൾ നിലവിലുള്ളൂ. കറക്റ്റ് സൈസ് കാണിച്ചു തന്നിട്ടുണ്ട്. ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ. 2 ലീഫ് സ്റ്റേജ് ആണെങ്കിലും ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. എൻ്റെ കയ്യിൽ വെച്ച് കാണിക്കുന്നതാണ് ലീഫ്. ചെറിയ ലീഫൊന്നും അല്ല എന്നുള്ള രീതിയിൽ കാണിച്ചു തന്നതാണ്. ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ്സ് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. കൃത്യമായിട്ട് സൈസ് കാണിച്ചതിന് ഒരു പ്ലാന്റാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ വയറ്റിലക്കാച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റിൻ്റെ കറക്റ്റ് സൈസും കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം ഇതാണ് സൈസ് വരുന്നത്. നല്ല രസമായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിത്, പക്ഷേ കഴിഞ്ഞ തവണ ഇട്ടിട്ട് പെട്ടെന്ന് സെയിലായി പോയൊരു പ്ലാന്റാണ്.
ഇപ്പോൾ ഇതാണ് നിലവിലുള്ള സൈസ് വരുന്നത്. ഇതിൻ്റെ എൻ്റെ കയ്യിൽ ഒരു പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഓർക്കണില്ല. ചോദിച്ചവരുടെ അടുത്ത് ഞാൻ ഇതിൻ്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരെനിക്ക് റിപ്ലൈ തന്നില്ല. അതുകൊണ്ട് ഞാൻ സെയിലിനിടണം കേട്ടോ. അടുത്തത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്കാണ്. പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആ പിങ്ക് കളർ ശരിക്കും കയറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഒരു പുതിയ ലിസ്റ്റ് ഞാൻ മാറ്റി മാറ്റി വെക്കുന്നതുകൊണ്ടായിരിക്കാം, അതിൻ്റെ പറ്റിയ ഷെയ്ഡിലൊക്കെ വെച്ചതുകൊണ്ടായിരിക്കും ആ പിങ്ക് സൈസ് നല്ല രസമായിട്ട് ആ പിങ്ക് ഷെയ്ഡ് കയറി വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള അഗ്ലോണിമ ആവട്ടെ. ഇങ്ങനെയാണ് ആ ലീഫ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് എൻ്റെ മിക്ക അഗ്ലോണിമയിൽ ഇങ്ങനെ പിങ്ക് കളർ കയറി വരുന്നുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയ വെറൈറ്റിയാണ്. ഡിഫൻ ബാച്ചിയുടെ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതും ഇതിനു മുമ്പ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളതാണ്. നമ്മൾ സെയിലിന് ഇടാതെ നമ്മളോട് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ ഡിഫൻ ബാച്ചിയ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് മദർ പ്ലാന്റ്സ് വരുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ ഞാനൊരു കോർണറിലായിട്ട് വെച്ചേക്കുന്നതാണ്. കോർണറിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അവിടെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ കാട് പോലെ പടർന്ന് അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. അവിടെ ഒരെണ്ണം നിന്നിട്ട് ആ ഒരെണ്ണം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സ് 4 പ്ലാന്റാണ് നിലവിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഏകദേശം സൈസ് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ നേരത്തെ നമ്മൾ ജയ്പോങ് റെഡ് കൊടുത്തിട്ടില്ല, അതുപോലെ കൃത്യം ഈ കാണിക്കുന്ന പിക്കിലുള്ളത് മാത്രമാണ് ഞാൻ അയക്കണേ കേട്ടോ. ചെറിയ പ്ലാന്റ്സ് ആണ് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ കൊടുക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോരോ സൈസ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ ജിഫിയിൽ ഈ പ്ലാന്റ് മേടിച്ചത് ആദ്യമേ ഒരു 95-നാണ് കേട്ടോ മേടിച്ചത്, ജിഫിയിൽ വാങ്ങിച്ചത്. അപ്പം ഈ പ്ലാന്റ്സ് ഇപ്പം നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് 80-ക്കാണ് കേട്ടോ. ഏകദേശം സൈസ് കാണും. ഈ സൈസുള്ള 4 പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ഈ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. മാറ്റി തരാൻ പോലും ഞാൻ വേറെ പ്ലാന്റ് ഇടുന്നില്ല. എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പം ഞാൻ കൊടുക്കാറുള്ളത്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇതിൻ്റെ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. ഇതും ചെറിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 4ാമത്തെ ഒരു ലീഫ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ചെറിയ പോട്ടിൽ വെച്ചതുകൊണ്ടായിരിക്കാം കുഞ്ഞിതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്ലാന്റ് ലീഫ്. അപ്പോൾ കുറച്ചുകൂടെ ആയിക്കഴിയുമ്പോൾ അത്യാവശ്യം നല്ല പോട്ടിലേക്ക് മാറ്റുമ്പോൾ ആ സൈസിന് വ്യത്യാസം വന്നുകൊള്ളായിരിക്കും. അപ്പോൾ ഇതിൻ്റെയും ഒരു പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് മാറിപ്പോവരുത്. അടുത്തത് നമ്മുടെ ഈ അഗ്ലോണിമയാണ്. ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ തന്നെയാണ് കേട്ടോ. നല്ല രസമായിട്ട് നിൽക്കുന്ന അഗ്ലോണിമയാണ് കേട്ടോ. ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് ഇത്തവണ നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളത്. കുറേ നാളായിട്ട് നമ്മുടെ കയ്യിൽ തീർന്നിരിക്കുകയായിരുന്നു. അത്രയും ബൾക്ക് ഓർഡർ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് വരുമായിരുന്നു. കാരണം വെറും 15 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, നല്ല രസമായിട്ട് ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത നമ്മുടെ ഓഫറാണ് കേട്ടോ. നമ്മൾ 40 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മളുടെ റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റാണ്. 40 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള 2ാമത്തെ ലീഫ് വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലോണം. അപ്പോൾ ഈ പ്ലാന്റ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യണ കാര്യം, ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിൽ നമ്മൾ നറുക്കിട്ടെടുക്കുന്നവർക്ക് 40 രൂപയ്ക്ക് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.